ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഹോസ്റ്റലേഴ്സിന് പറ്റിയ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാം. ഞാൻ കുറേ നാളായി വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് ഇതുകൂടെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ എടുക്കാം. തക്കാളി എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. തക്കാളി വേണ്ടവർക്ക് അതെടുക്കാം. ആദ്യം നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഗാർലിക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സവാള ഇടണം. സവാള നല്ല വഴണ്ട് വരണം, നല്ല സോഫ്റ്റ് ജ്യൂസി പോലെ ആവണം. അതിന് നമ്മൾക്ക് സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അത് പെട്ടെന്ന് നല്ല ഇങ്ങനെ വെന്ത് വരും. അത് അറിയാത്തവർക്ക് ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നമ്മളൊന്ന് അടച്ചു വെക്കുക. അപ്പം അത് നല്ല വെന്ത് നല്ല ഉടഞ്ഞു വരും. ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് പൊടികളിടാം. ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി ഞാൻ 2 ടീസ്പൂണായിട്ടത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിന് അതിടാം. ഞാനിത് ഒരാൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, എനിക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആ ഒരു അളവിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. അത് ഇതിനകത്ത് ഞാൻ എടുത്തില്ല. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ അത് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പം നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം പിന്നെയും കുറച്ച് നേരം അടച്ചു വെക്കണം. ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നല്ല വെന്ത് ഉടഞ്ഞു വരും. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് ഹോസ്റ്റലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ കെറ്റിലാണെങ്കിലും നമുക്ക് കെറ്റിലും ഇതേപോലെ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.